അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഞാൻ ഇന്നൊരു കാര്യത്തെപ്പറ്റി പറയാൻ വന്നിരിക്കുകയാണ്. അതായത് പൊതുവായിട്ട് മറ്റുള്ളവരെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ 2-3-4 ദിവസങ്ങളായി. 2-3-4 ദിവസം എന്ന് വെച്ചാൽ 2-3-4 ദിവസമൊന്നുമല്ല, മാസക്കണക്കിന് തന്നെ ആയിട്ടുണ്ട്. ഒരു സൈസ് അറിവില്ലായ്മ കൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഇതുകൊണ്ട് എന്താണ് നമുക്ക് പിന്നീട് വരുന്ന ഭവിഷ്യത്ത് എന്നറിയാതെയാണ് ഈ വിളിച്ച് പറയുന്നത്. നമുക്ക് അപ്പം തോന്നുന്ന വൈരാഗ്യത്തിനും പ്രതികാരത്തിനും വേണ്ടി നമ്മൾ വിളിച്ച് പറയുമ്പോൾ അതൊരു വ്യക്തിയെ മാത്രമല്ല, ഒരു സമുദായത്തെ എല്ലാവരെയും അത് ബാധിക്കും എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ പറയണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും അതിന് നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്രതികരണം. അപ്പോൾ ആരാണ് പറയുന്നത് വെച്ചെങ്കിൽ, ഇപ്പോൾ നജില പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതിന് മറുപടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ 2-3 വാക്ക് നജില പറയുന്നത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, കുറവെത്തി, പിന്നെ എനിക്കത് പറയാൻ ഒരു മനസ്സിലേക്കൊരു ബുദ്ധിമുട്ടോടു കൂടി തന്നെയാണ് ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ കറുത്തവൾ, പിന്നെന്താ ഒരു വാക്കും കൂടിയും പറയുന്നുണ്ടല്ലോ, കാഫിർ. ഈ കാഫിർ എന്നുള്ള വാക്കൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ കേരളത്തിലുണ്ടായതാണ്. ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. കാരണം കറുത്തതും വെളുത്തതും മനുഷ്യന്മാർ തന്നെയാണ്. നമ്മളാരും ഐശ്വര്യറായികളായിട്ട് അള്ളാൻ്റെ ദുനിയാവിലേക്ക് വന്നിട്ട് കാര്യമൊന്നുമില്ല. കറുപ്പും വെളുപ്പും അതിലല്ല കാര്യം ഇരിക്കുന്നത്, വെളുപ്പിലും കറുപ്പിലും അല്ല കാര്യം ഇരിക്കുന്നത്. അവനവൻ്റെ മാനസികമായ മനസ്സാണ്. മനസ്സ് നല്ലതാണെങ്കിൽ കറുപ്പിലും വെളുപ്പിലും ഒന്നുമില്ല. അത് ഞാൻ പഠിച്ച പാടാണ്, എനിക്ക് അനുഭവമുള്ള പാടാണ്. കാരണം എൻ്റെയൊക്കെ 2-3-4 കൂട്ടുകാരികൾ പറയണമാതിരി അവരെ പേരേ ഞാൻ എടുത്ത് പറയാം. ഒന്ന് മീനാക്ഷി, ഒന്ന് റാണി, ഒന്ന് ജയലക്ഷ്മി, ഒന്ന് വള്ളിയമ്മാൾ എന്ന് പറയും. ഇവരൊക്കെ വള്ളിയമ്മാൾ എന്ന് പറയുന്നത് നമ്മൾ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയണം, അവൾ ഈ ചട്ടിയും കലമൊക്കെ ഉണ്ടാക്കുന്ന സമുദായത്തിൽപ്പെട്ടവളാണ്. റാണി എന്ന് പറയുന്നത് ഒരു കൗണ്ടർ സമുദായത്തിൽപ്പെട്ടവളാണ്. മീനാക്ഷി എന്ന് പറയുന്നത് പട്ടികജാതി വർഗത്തിൽപ്പെട്ടവളാണ്. പിന്നെ ഒരു പേരും കൂടി ഞാൻ പറഞ്ഞു, അത് ഞാൻ മറന്നുപോയി. എന്താണെങ്കിലും അത് പലതും പല സമുദായത്തിൽ. പിന്നെ എൻ്റെ സുബൈദ, അത് എൻ്റെ സമുദായം തന്നെയാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും ഒരു പാത്രത്തിൽ, ഞങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു പാത്രത്തിൽ നിന്ന് തന്നെ ഞങ്ങളെല്ലാവരും കൈയിട്ട് വാരി ഞങ്ങൾ തിന്നണതാണ്. എല്ലാവരും തിന്നാൻ പോകുമ്പോൾ എല്ലാവരും കൈ കഴുകിയിട്ട് പോകും. ഒരു പാത്രത്തിൽ നിന്ന് ഞങ്ങൾ ആഹാരം കഴിക്കുന്നവരാണ്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ആഹാരം ഞങ്ങളും കഴിക്കും, ഞങ്ങൾ കൊണ്ടുവരുന്ന ആഹാരം അവരും കഴിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ജാതിയും മതമൊന്നും ഞാൻ വെച്ച് നോക്കിയിട്ട് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു സംഭവമാണ്. കാരണം നമ്മൾക്ക് ഒരു പക്ഷേ നമ്മൾ എവിടെ വെച്ച് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പോൾ കറുത്തവൻ വെള്ളം തരരുത്, മറ്റുള്ളവർ വെള്ളം തരരുത്, ഇതൊക്കെ ഞാൻ പറയുന്നത്, മറ്റുള്ളവരെന്ന് പറയുന്നത് ആ വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പറയുന്ന കേട്ടോ. അല്ലാതെ എനിക്കത് പറയാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആര് തന്നെ ആയാലും അതിനെ വകവെച്ച് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് ഒരാൾ പറഞ്ഞാലും ഈ സമുദായത്തിലേക്ക് മൊത്തമായിട്ട് അതിൻ്റെ പ്രതിഫലനം തിരിച്ചു വരും. നമുക്ക് ഒരാൾ പറഞ്ഞാൽ മതി. അങ്ങനെ ആരോ ഒരാൾ ഒരു മതപ്രസംഗത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് വിവാദങ്ങൾ നമ്മളെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടും ഇതൊന്നും ചിന്തിക്കാതെയാണോ ഈ വാക്കുകളൊക്കെ പറയുന്നത്? കറുത്തവരാണെങ്കിലും വെളുത്തവരാണെങ്കിലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാം മനുഷ്യർ തന്നെയാണ്. ഈ മനുഷ്യന്മാരുടെ പ്രവൃത്തിയും അവരുടെ മാനസികാവസ്ഥയും അവർ നമ്മളോട് പെരുമാറുന്നത് എങ്ങനെയെന്ന്, നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് നമുക്ക് ചിലപ്പോൾ വൈരാഗ്യം വന്നേക്കാം. ആ വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളെ സംസാരം. ഒരു സമുദായത്തെ മൊത്തം എടുത്ത് വലിച്ചിട്ടാൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതായിരിക്കും നമുക്കതിന് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത്. അത് നീ പറയുന്ന നീ മാത്രമല്ല, ആ സമുദായം മൊത്തം ചിലപ്പോൾ അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ദയവ് ചെയ്ത് ഇത്തരം വാചകങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ അറിയുന്നവരോട് ഞാനത് ഉപയോഗിക്കരുതെന്നാണ് പറച്ചിൽ. കാരണം മനുഷ്യരെല്ലാവരും ഒന്നാണ്.
ആരെ മുറിച്ചാലും കറുത്തവനെ മുറിച്ചാലും വെളുത്തവനെ മുറിച്ചാലും വരുന്നത് ചോരയാണ്. അപ്പോൾ നമ്മളെ മനസ്സിൽ നമ്മൾ നമ്മളതായ സമുദായമായിട്ട് മുന്നോട്ട് പോകുന്നു, അവരതായ ജീവിതം കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ ഒരാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക, അപ്പോൾ അവരവരായിട്ട് ജീവിച്ചോളും. അല്ലാതെ നമ്മൾ ഒരാളെടുത്ത് കുറ്റം പറയാനോ അവർ അങ്ങനത്തവരാണ് ഇങ്ങനത്തവരാണ് മറ്റവരാണ് വെളുത്തവരാണ് കറുത്തവരാണ് ഇതൊന്നും പറയാനുള്ള അധികാരമൊന്നും നമുക്ക് തന്നിട്ടില്ല. കാരണം വിവരമുള്ള ഒരാൾക്കാർ അത് പറയുമില്ല. തിരിച്ച് ഇപ്പം അവർ തെറി പറയുന്നുണ്ടെങ്കിൽ തിരിച്ച് തെറി പറയുന്നതിനോ അല്ലെങ്കിൽ അവർ മക്കളെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെ മക്കളെ പറയുമ്പോഴോ അതിനേക്കാൾ ഒരുപാട് വലിയൊരു വാക്കാണ് ഈ കാഫിർ എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. അതൊന്നും ഉപയോഗിക്കാനേ പാടില്ലാത്ത വാക്കുകളാണ്. അതൊക്കെ പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉപയോഗിച്ച വാക്കുകളാണ്. അതൊക്കെ ഈ നൂറ്റാണ്ടിൽ കൊണ്ടൊന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ ശരിക്കും പണി കിട്ടും. അപ്പോൾ അത് കാരണം ആ വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും എന്ത് വരുന്നുണ്ടെങ്കിലും അത് ആ വാക്ക് നെജിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ്. ആ വാക്ക് ഒരാൾക്ക് മാത്രമല്ല ആ സമുദായത്തെ മൊത്തം ബാധിക്കുന്ന വാക്കാണ്. അത് ഉപയോഗിക്കരുത്. ആ വാക്ക് ഇനി ഉപയോഗിച്ചുകൊണ്ട് ലൈവിലോ ഇതിലൊന്നും പറയാൻ പാടില്ല. കാരണം ഞാനിത് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസായിട്ട് ഇടണം എന്ന് പറയേണ്ടത് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ പറയുന്ന മാതിരി നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനും പറഞ്ഞാലൊന്നും നിൽക്കലില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോസ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കല്ലേ.